everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുളിങ്കറി ഉണ്ടാക്കാൻ നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പുളിയാണ്. ഇവിടെ ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 50 ഗ്രാം വാളംപുളി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് കുതിർത്തതിന് ശേഷം ഈ പുളി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളമാണ് നമ്മളിവിടെ കറിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം നോക്കാം. ഉണക്കമുന്തിരി 12 എണ്ണം, കാഷ്യൂ നട്ട്സും 12 എണ്ണം, അത് ഓപ്ഷണലാണ്. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, പുതിനയില, മല്ലിയില, ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, 5 വെളുത്തുള്ളി, 200 ഗ്രാം ശർക്കര ഉരുക്കിയത്, 10 ഈന്തപ്പഴവും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാനിവിടെ 200 ഗ്രാം ശർക്കര 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ്. ശർക്കര നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ കുറേ അതിൽ മണ്ണും വേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ കല്യാണ വീടുകളിലേക്കുള്ള പുളിങ്കറിയിൽ ശരിക്കും സവാളയൊന്നും ഇട്ടതായിട്ട് ഇവിടെ അറിയില്ല. കാര്യം നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ സവാള ഒരുവിധം നിറം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒരുവിധം നിറം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയൊക്കെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, എന്നാലേ നന്നായിട്ട് വഴന്ന് കിട്ടുള്ളൂ. തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാലയ്ക്ക് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്താലേ നമുക്ക് ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 200 ഗ്രാം എടുത്തിട്ട് അത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് എടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയും മധുരവും എരിവും അത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവ് കറക്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ചിലവർക്ക് പുളി ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലവർക്ക് മധുരമായിരിക്കും
ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പുളിങ്കറിയിൽ മധുരമാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിലേക്ക് ഡേറ്റ്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പുളിങ്കറി ഉണ്ടാക്കാൻ ശരിക്കും ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. നമ്മളിത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം നേരം തന്നെ ഇത് തിളപ്പിച്ച് എടുക്കണം. എന്നാലേ ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. ഇതിന് കുറച്ച് നേരം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിങ്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പുളി വെള്ളം ഒഴിച്ചപ്പോൾ വേറൊരു കളറായിരുന്നു. ഇപ്പോൾ അത് കുറേ നേരം വരെ ഇരുന്ന് തിളച്ചതിന് ശേഷമാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. ശരിക്കും കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു പുളിങ്കറിയുടെ ആ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയോ മധുരമോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് എല്ലാ അളവെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഒരുവിധം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ശർക്കര ചേർത്തിരിക്കുന്ന കാരണം അടിക്ക് പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇതിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓപ്ഷണലാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുളിങ്കറിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടാവും. കാഷ്യൂനട്ടും കിസ്മിസും ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന പോലെ നല്ല അടിപൊളി പുളിങ്കറി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. Thanks for watching my channel.